അനന്തംബാനിയുടെ വന്യജീവി പുനരധിവാസ കേന്ദ്രമായ വൻതാരയുടെ പ്രവർത്തനം സുതാര്യമെന്ന് സുപ്രീംകോടതി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കണ്ടെത്തി. വന്യജീവി സംരക്ഷണത്തിന്റെ പേരിൽ മൃഗങ്ങളെയും പക്ഷികളെയും വൻതാരയിലേക്ക് കടത്തുന്നു എന്നാരോപിച്ച് സമർപ്പിക്കപ്പെട്ട ഹർജിയുണ്ടായിരുന്നു. ആ ഹർജിയെ തുടർന്നാണ് കോടതി ഇക്കാര്യം അന്വേഷിക്കാൻ SITയെ നിയോഗിച്ചത്. എന്തൊക്കെയാണ് ഇത്രയധികം ചർച്ചയായ വൻതാരയിലെ കാഴ്ചകളെന്ന് നമുക്കൊന്ന് കാണാം. ഇന്ത്യയിലും വിദേശത്തും പരിക്കേൽക്കുകയും വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്ന മൃഗങ്ങളെ ചികിത്സിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമുള്ള ഏറ്റവും വലിയ സംരംഭമാണ് വൻതാര. 2024 ഫെബ്രുവരിയിൽ റിലയൻസ് ഇൻഡസ്ട്രീസും റിലയൻസ് ഫൗണ്ടേഷനും ചേർന്നാണ് ഗുജറാത്തിലെ ജാംനഗറിൽ വൻതാര രൂപീകരിക്കുന്നത്. മൃഗങ്ങൾക്കായുള്ള ആശുപത്രിയും മെഡിക്കൽ ഗവേഷണ കേന്ദ്രവും അടക്കം 1,00,000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട് വൻതാരയ്ക്ക്. ICU, MRI, CT സ്കാൻ, എക്സ്റേ, അൾട്രാസൗണ്ട്, എൻഡോസ്കോപ്പി, ശസ്ത്രക്രിയകൾക്കായി തത്സമയ വീഡിയോ കോൺഫറൻസുകൾ സാധ്യമാകുന്ന OR1 സാങ്കേതികവിദ്യ എന്നിവയുൾപ്പെടെ ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യ ആശുപത്രിയിലും ഗവേഷണ കേന്ദ്രത്തിലും സജ്ജമാക്കിയിരിക്കുന്നു. ഇനങ്ങളിലായി 2000-ലധികം മൃഗങ്ങൾ ഇന്ന് വൻതാരയിലെ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ സംരക്ഷണയിലാണ്. 200-ലധികം ആനകൾക്കും പുള്ളിപ്പുലികൾ, കടുവകൾ, സിംഹങ്ങൾ, ജാഗ്വാറുകൾ തുടങ്ങിയ മാർജാരവർഗ്ഗങ്ങൾക്കും മാനുകൾ ഉൾപ്പെടെ 300-ലധികം സസ്യബുക്കുകൾക്കും മുതലകൾ, പാമ്പുകൾ, ആമകൾ പോലുള്ള 1200-ലധികം ഉരഗങ്ങൾക്കും ഇവിടം ഒരഭയകേന്ദ്രമാണ്. വൻതാരയിലെ നിയമപാലനത്തിനും നിയന്ത്രണ നടപടികളിലും പ്രത്യേക അന്വേഷണ സംഘം ഉദ്യോഗസ്ഥർ സംതൃപ്തി പ്രകടിപ്പിച്ചതോടെ കൂടുതൽ മികവുറ്റ രീതിയിൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് അനന്തംബാനിയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.